ഗുരുവിന്റെ വചനങ്ങളെടുത്ത് അവനവൻ ആത്മസുഖത്തിനായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അങ്ങ് ശ്രീ കാബ സുരേന്ദ്രന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു എന്ന് കരുതണം. അങ്ങ് പറഞ്ഞ പുസ്തകം ഇവിടെയുണ്ട്. ഇതാണ് ഞങ്ങൾ രാവിലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പി പരമേശ്വരജിയുടെ ഇംഗ്ലീഷ് പരിഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജീവചരിത്രം, ദി പ്രോഫിറ്റ് ഓഫ് റിനൈസൻസ്. അപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, വേഗം വന്നു കഴിഞ്ഞാൽ ഗുരു എന്തായിരുന്നു എന്ന് അറിയാൻ പോലും ശ്രമിക്കാതെയല്ലേ പലരും തങ്ങളുടെ ഫ്രെയിമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ കാബ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി എന്താണ് ഇന്നും ഗുരുദേവ ദർശനം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്? ഷാബാജി പറഞ്ഞതുപോലെ ഗുരുദേവ ദർശനം എന്ന് നമ്മൾ പറയുന്ന ദർശനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സനാതനമായിട്ടുള്ള ഭാരതീയ ദർശനം തന്നെയാണ്. ഗുരുദേവൻ പുതിയതായിട്ടൊരു ദർശനം മുന്നോട്ട് വെക്കുകയല്ല ചെയ്യുന്നത്. ഗുരുദേവൻ തന്നെ തന്റെ ദർശനത്തെ പറ്റി പറയുന്നുണ്ട്. ദർശനങ്ങളിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന അദ്വൈത ദർശനം തന്നെയാണ്. ആത്മനും ബ്രഹ്മനും വെവ്വേറെയല്ല. ഈ ബ്രഹ്മന്റെ തന്നെ ചെറിയ പ്രതിഫലനമാണ് ആത്മൻ. നാം ഓരോരുത്തരും നൈസർഗികമായി തന്നെ ദിവ്യ സന്താനങ്ങളാണ്. നമ്മളെല്ലാം ഈശ്വരന്റെ പ്രതിപുരുഷന്മാരാണ്. അതുകൊണ്ട് മനനം കൊണ്ട്, സാധന കൊണ്ട്, തപസ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമുക്ക് ഈശ്വരീയതയിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ള അദ്വൈതത്തിന്റെ ദർശനം തന്നെയാണ്. അതുകൊണ്ടാണ് ആലുവയിൽ അദ്ദേഹം ആശ്രമം ആരംഭിക്കുമ്പോൾ അതിന് അദ്വൈതാശ്രമം എന്ന് പേര് കൊടുക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികള് കർണാടകയിൽ സ്ഥാപിക്കുന്നത് ശാരദാ പീഠമാണെങ്കിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ശാരദാ മഠമാണ് സ്ഥാപിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനം പോലും യഥാർത്ഥത്തിൽ മതനിരാസമോ ദൈവനിരാസമോ അല്ല, അത് അദ്വൈതമാണ്, അത് നോൺ ഡ്വലിസമാണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഗുരുദേവന്റെ ദർശനം ഏതാണ്? ഗുരുദേവന്റെ ദർശനം സനാതനമായിട്ടുള്ള ആർഷ ഭാരതീയ ദർശനം തന്നെയാണ്. എന്നാൽ ഈ ദർശനത്തിൽ നിന്ന് ഗുരുദേവനെ അടർത്തി മാറ്റിയിട്ട് സനാതന ഭാരതീയ പാരമ്പര്യത്തിനെതിരായി നിന്ന, അതിനോട് കലഹിച്ച, അതിനെ വിമർശിച്ച ഒരാളാണ് ഗുരുദേവൻ എന്ന് വരുത്തി തീർക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരമേശ്വർജിയെ പോലെയുള്ള ആളുകൾ ഗുരുദേവനെ എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയുന്ന ഈ പറയുന്ന എന്താ പറയാ പ്രൊഫറ്റ് ഓഫ് റിനയൻസ്, നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിന് പരമേശ്വർജിക്ക് മുമ്പ് സംഘത്തിന്റെ ഏകാത്മ സ്തോത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഹക്കരോ ഭീമരാവശ്ച പുലേ നാരായണോ ഗുരു. അതായത് ഭാരതം മുഴുവൻ ചൊല്ലുന്ന ഏകാത്മ സ്തോത്രമാണത്. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒരു സ്വയംസേവകൻ രാവിലെ ചൊല്ലുന്ന ഏകാത്മക സ്തോത്രം എന്ന പ്രാർത്ഥനയിൽ പുലേ നാരായണോ ഗുരു, നാരായണ ഗുരുവിന്റെ പേര് പറയുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദി പോലും നാരായണ ഗുരുവിനെ പറ്റി മനസ്സിലാക്കിയത് ഏകാത്മക സ്തോത്രത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഗുരുദേവന്റെ ദർശനം ഭാരതീയമായിട്ടുള്ള ദർശനമാണ്. ആ ദർശനം എല്ലാ കാലത്തും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഗുരുദേവനെ ആ ദർശനത്തിൽ നിന്ന് അടർത്തി മാറ്റി ഗുരുദേവൻ ആ ദർശനത്തെ വിമർശിച്ച ഒരാളാണെന്ന് വരുത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ കൃതികളിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആദർശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഗുരുദേവനെ മുൻനിർത്തിക്കൊണ്ട് ചില ഇടതുപക്ഷ പ്രചാരകന്മാർ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെ നമ്മൾ ഗുരുദേവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകമ്പാദശകം, ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള അനുകമ്പാദശകം എടുത്ത് ഒരു മണിക്കൂർ വ്യാഖ്യാനിച്ചിട്ട് ബീഫ് ഫെസ്റ്റിന് ന്യായീകരണം ചമയ്ക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഗുരുദേവന്റെ വലിയ പ്രചാരകന്മാരായി നടക്കുന്നതെന്നുള്ള വലിയ അപകടം അതിലുണ്ട്. അവർ ഗുരുദേവന്റെ ദർശനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഗുരുദേവന്റെ ദർശനത്തെ തകർക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ഗുരുദേവൻ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹൈന്ദവ സന്യാസിയായിരുന്നു. ഹൈന്ദവ ആത്മീയതയുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം. ശരിക്കും നമ്മുടെ ഒരു സന്യാസ പരമ്പരയുടെ ഭാഗം തന്നെയാണ് അദ്ദേഹം. നമ്മുടെ അയ്യാ വൈകുണ്ഠ സ്വാമികളുണ്ട്. അയ്യാ വൈകുണ്ഠ സ്വാമികൾക്ക് ശേഷമാണ് തൈക്കാട്ട് അയ്യാവ് ഉണ്ടാവുന്നത്. തൈക്കാട്ട് അയ്യാവിന്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ, ഒന്ന് ചട്ടമ്പി സ്വാമികൾ, ഒന്ന് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ആള്. ഈ പറയുന്ന 3 പേരും, മഹാത്മാ അയ്യങ്കാളി ആവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, ഒരേ കാലഘട്ടത്തിൽ ഏതാണ്ട് തൈക്കാട്ട് അയ്യാവിൽ നിന്ന് യോഗ സാധനയുടെ പ്രാഥമിക പാഠങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ചട്ടമ്പി സ്വാമികൾ പോലും ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹത്തിന്റെ സാധനാ പന്താവിൽ, അദ്ദേഹത്തിന്റെ ബാലമുരുകന്റെ ഉപാസനയായിരുന്നെങ്കിൽ ആ സാധനാ പന്താവിൽ യഥാർത്ഥത്തിൽ നയിച്ചിട്ടുള്ള ഒരാളാണ്. മരുത്വ മലയിലേക്ക് കൊണ്ടുപോകുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതുകൊണ്ടാണ് ജനനീ രവരത്ന മഞ്ജരിയുടെ തുടക്കത്തിൽ ശിശുർനാമ ഗുരോരാജ്ഞാം കരോതു ശിരസാവഹം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നത്. ശിശുർനാമ ഗുരുവിന്റെ ആജ്ഞ ശിരസാ വഹിക്കുന്നതിന് വേണ്ടി ഇത് എഴുതുന്നു. ശിശുർനാമ ഗുരു എന്ന് പറഞ്ഞാൽ ശിശു എന്ന് പേരുള്ള ഗുരു എന്ന, കുഞ്ഞൻ പിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പേര്. അതാണ് ശിശുർനാമ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ പദ്ധതിയിൽ, ആ ആധ്യാത്മികമായിട്ടുള്ള പദ്ധതിയിൽ വന്നിട്ടുള്ള ആളാണ്. ധാരാളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ്. 45ഓളം ക്ഷേത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ശിവക്ഷേത്രവും ദേവീക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവുമാണുള്ളത്. അദ്ദേഹത്തിന്റെ കൃതികൾ മുനിചര്യ പഞ്ചകമാവട്ടെ, അതല്ലെങ്കിൽ
ഈ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാരതീയ സന്യാസ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും വർണ്ണിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ഉള്ളത്. അദ്ദേഹത്തിന്റെ ആദർശം, അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ഏറ്റവും അവസാനം നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി സമ്മേളനത്തിലെ പ്രഖ്യാപനമാണ്. അവിടെ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീകണ്ഠ ഗുരുദേവന്റെ അവസാനത്തെ പ്രഭാഷണം നടക്കുന്നത്. അവിടെ വലിയൊരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീകണ്ഠ ഗുരുദേവന്റെ അവസാനത്തെ പ്രഖ്യാപനം കൊണ്ട്. ആ പ്രഖ്യാപനത്തിൽ 1927 നടന്നിട്ടുള്ള പള്ളാത്തുരുത്തി പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന നമ്മുടെ ആശയത്തെ നയിക്കാൻ ഏറ്റവും ശരിയായിട്ടുള്ള പദ്ധതി സനാതന ധർമ്മമാകുന്നു. അതുകൊണ്ട് സനാതന ധർമ്മത്തെ നാം മുറുകെ പിടിക്കുക എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അങ്ങനെ സനാതന ധർമ്മത്തിന്റെ പ്രചാരകനായിരുന്ന, ഭാരതീയ ആധ്യാത്മിക പൈതൃകത്തിന്റെ ഒരു പതാകവാഹകനായിരുന്ന, അദ്വൈത ദർശനത്തിന്റെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന ശ്രീകണ്ഠ ഗുരുദേവനെ വളരെ ബോധപൂർവം ഹൈന്ദവ ധർമ്മത്തിനെതിരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഗുരുദേവന്റെ കൃതികളിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.